ഇസ്രായേലിനെതിരായ ഓപ്പറേഷൻ സിന്ദൂർ, റഫാൽ പോർ വിമാനങ്ങൾക്ക് മുൻതൂക്കം. എങ്ങനെ ഈ യുദ്ധവിമാനങ്ങൾ താരതമ്യം ചെയ്യാം? പേൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. ഇതിനായി സ്കാൽപ് സ്റ്റോം ഷാഡോ മിസൈലുകളും ഹാമർ, അതായത് ഹൈലി എജൈൽ മോഡുലർ മ്യൂണീഷൻ എക്സ്റ്റൻഡഡ് റേഞ്ച് ബോംബുകളും ഇവ ഘടിപ്പിച്ച റഫാൽ യുദ്ധവിമാനങ്ങളുമാണ് ഇന്ത്യ ഉപയോഗിച്ചത്. ഇതിന് പ്രതികാരമായി പാകിസ്ഥാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഈ റഫാൽ പോർ വിമാനങ്ങൾക്ക് അവരുടെ F-16 യുദ്ധവിമാനങ്ങളെ നേരിടേണ്ടി വരും. എന്നാൽ ഈ 2 യുദ്ധവിമാനങ്ങളും താരതമ്യം ചെയ്താൽ ആർക്കാണ് മുൻതൂക്കം ലഭിക്കുക? നോക്കാം വിശദമായി. ആദ്യം തന്നെ എന്താണ് റഫാൽ എന്ന് നോക്കാം. ഫ്രഞ്ച് കമ്പനിയായ ഡാസോ ഏവിയേഷൻ ആണ് റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. ഇത് 4.5 ജനറേഷനിൽപ്പെട്ട പോർ വിമാനമാണ്. ഇരട്ട എഞ്ചിനുകളാണ് ഇതിനുള്ളത്. ഇനി എന്താണ് F-16? F-16 ഫൈറ്റിംഗ് ഫാൽക്കൺസ് എന്നറിയപ്പെടുന്ന ഈ യുദ്ധവിമാനം വികസിപ്പിച്ചത് ജനറൽ ഡൈനാമിക്സ് ആണ്. ഇപ്പോൾ US ആയുധ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിൻ ആണ് ഇത് നിർമ്മിക്കുന്നത്. ഇത് 4ാം തലമുറയിൽപ്പെട്ട പോർ വിമാനമാണ്. ഇതിന് ഒരൊറ്റ എഞ്ചിനാണുള്ളത്. ഇലക്ട്രോണിക്സും ആയുധങ്ങളും ഉൾപ്പെടെ റഫാലിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. അത്യാധുനിക എയർഫ്രെയിം കാരണം റഫാലിനെ റഡാറിൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. സെമി സ്റ്റീൽ വികസിത EESA റഡാർ RBE-2AA ഇതിലുണ്ട്. സ്കാൽപ് സ്റ്റോം ഷാഡോ മിസൈലുകളും ഹാമർ ബോംബുകളും ഉപയോഗിക്കാൻ റഫാലിന് കഴിയും. മെറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് BVR മിസൈൽ, മികച്ച ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, മികച്ച റഡാർ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ 13 പ്രത്യേകതകൾ ഇതിനുണ്ട്. സ്പെക്ട്ര EW സ്യൂട്ട് മികച്ച ഇലക്ട്രോണിക് സംരക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ്. ഇത് ശത്രു റഡാറുകളെ ജാം ചെയ്യാനും ഭീഷണികളെ തിരിച്ചറിയാനും റഡാർ ഡിക്കോയ് സംവിധാനങ്ങൾ, ഉപരിതലത്തിൽ നിന്ന് വരുന്ന മിസൈലുകൾക്കെതിരെ പ്രതിരോധം തീർക്കാനും ശേഷിയുള്ളതാണ്. ഈ സംവിധാനത്തിന് 145 കിലോമീറ്റർ ദൂരപരിധിയിൽ 40 ലക്ഷ്യങ്ങളെ വരെ കണ്ടെത്താനാകും. ശത്രുക്കളുടെ റഡാറുകളെ ജാം ചെയ്യാനും കോപ്പി ചെയ്യാനും ഇതിന് കഴിയും. ഈ സൗകര്യങ്ങൾ റഫാലിനുണ്ട്. എയർ ടു എയർ, സർഫസ് ടു എയർ മിസൈലുകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്ന എക്സ്ഗാർഡ് ഫൈബർ ഓപ്റ്റിക് ടോഡ് ഡിക്കോയ് സിസ്റ്റവും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി F-16ന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. AIM-120C5 അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈൽ AMRAAM, ജോയിന്റ് ഡയറക്ട് അറ്റാക്ക് മ്യൂണീഷൻസ് JDAM എന്നിവയാണ് ഇതിലെ പ്രധാന ആയുധങ്ങൾ. ഇവയിൽ ഏതാണ് മികച്ച പോർവിമാനം എന്ന് ചോദിച്ചാൽ റഫാൽ തന്നെയാണ് കൂടുതൽ മികച്ച പോർവിമാനം എന്നതിൽ സംശയമില്ല. F-16ന്റെ AMRAAM മിസൈലുകൾ തുടക്കത്തിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കിയിരുന്നുവെങ്കിലും BVR മിസൈലുകളുമായി എത്തിയ റഫാൽ ആ മേൽക്കൈ ഇല്ലാതാക്കി. ദൂരവ്യാപകമായ പോരാട്ടങ്ങളിൽ BVR കോമ്പാക്ട് റഫാൽ F-16നേക്കാൾ മുൻതൂക്കം നേടുന്നു എന്ന് യുറേഷ്യൻസ് ടൈംസ് വിലയിരുത്തുന്നുണ്ട്. റഫാലിന്റെ മെറ്റിയോർ മിസൈലിനാണ് ഏറ്റവും വലിയ നോ എസ്കേപ്പ് സോൺ ഉള്ളത്. അതായത് ലക്ഷ്യത്തിന് മിസൈലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അല്ലെങ്കിൽ മാരകമായ പ്രഹരമേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള പ്രദേശം. മെറ്റിയോറിന് 120 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. അതേസമയം AMRAAM മിസൈലിന് 100 കിലോമീറ്റർ മാത്രമാണ് ദൂരപരിധി. F-16 ഭാരം കുറഞ്ഞതും ഉയർന്ന ത്രസ്റ്റ് ടു വെയിറ്റ് അനുപാതമുള്ളതുമായതിനാൽ ഡോഗ് ഫൈറ്റ്സ്, അതായത് അടുത്ത റേഞ്ചിലുള്ള പോരാട്ടങ്ങൾ മികച്ചതാണെങ്കിലും റഫാലുമായി അടുക്കുന്നത് F-16ന് വലിയ വെല്ലുവിളിയാകും. റഫാലിന്റെ മികച്ച മാനുവറബിലിറ്റിയും സംവിധാനങ്ങളും ദീർഘനേരം നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങളിൽ അതിന് മുൻതൂക്കം നൽകുന്നു. റഫാലിന്റെ അത്യാധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളും സ്റ്റെൽത്ത് ശേഷിയും F-16നെ അപേക്ഷിച്ച് വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. വികസിത EESA റഡാർ F-16നേക്കാൾ മുൻപേ ലക്ഷ്യത്തെ കണ്ടെത്താനും ആക്രമിക്കാനും റഫാലിനെ സഹായിക്കുന്നു. ഇനി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ പഴക്കം ചെന്ന F-16 വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും പാകിസ്ഥാൻ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഏകദേശം 75 വിമാനങ്ങളുള്ള ഈ വ്യൂഹം പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രശ്നങ്ങളും പ്രതിരോധ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് US നിയമങ്ങളും കാരണം അറ്റകുറ്റപ്പണികൾ ബുദ്ധിമുട്ടാക്കുന്നു. എന്നാൽ ഇന്ത്യക്ക് അതിന്റെ റഫാൽ പോർ വിമാനങ്ങളുടെ കാര്യത്തിൽ അത്തരം നിയന്ത്രണങ്ങളോ ഒന്നുമില്ല. യുറേഷ്യൻ ടൈംസ് പറയുന്നതനുസരിച്ച് നേറ്റോയുടെ സൈനിക അഭ്യാസങ്ങളിൽ ഒഴികെ റഫാലും F-16ഉം ഇതുവരെ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. അതിനാൽ തന്നെ ഈ 2 യുദ്ധവിമാനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിനായി ലോകം ഉറ്റുനോക്കുകയാണ് എന്നതിൽ അത്ഭുതമില്ല.